UDF അറബിക്കടലിൽ തള്ളുമെന്ന് പ്രഖ്യാപിച്ച PM ശ്രീ പദ്ധതിയെ പ്രതീകാത്മകമായി ചൂണ്ടയിട്ട് പ്രതിഷേധിച്ച് DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പരിപാടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസ് ടൈൽസ് ആൻഡ് വീൽസ്, JT റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. UDF അറബിക്കടലിൽ തള്ളുമെന്ന് പ്രഖ്യാപിച്ച PM ശ്രീ പദ്ധതിയെ DYFI വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് ഒത്താശ ചെയ്യുന്ന UDF നയത്തിനെതിരെ വടകര സാൻഡ് ബാങ്ക്സിൽ DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ നടത്തേണ്ട MOU ഒപ്പുവെക്കൽ നടത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് 2025 നവംബർ മാസം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി വാസുകി ഒപ്പിട്ടുകൊണ്ട് ഒരു കത്ത് കേന്ദ്രത്തിന് അയച്ചു. അതിനുശേഷം മാസം ഇത്രയും വരുന്ന നാളുകളിൽ ഒരു നടപടിയും കേരള സർക്കാർ സ്വീകരിച്ചില്ല എന്നത് പകൽ പോലെ ഈ നാട്ടിലെ എല്ലാ മനുഷ്യർക്കും വ്യക്തമാണ്. ആ സമയത്താണ് ഈ നാട്ടിലുടനീളം ലീഗിന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒപ്പുവെച്ച PM ശ്രീ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അറബിക്കടൽ എടുത്തെറിയുമെന്നെല്ലാം പറഞ്ഞത്. ഇന്നിപ്പോ എന്താ പറയുന്നത്? ലീഗിന്റെ മന്ത്രിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. കോൺഗ്രസിന്റെ മന്ത്രിയാണ് റോജി എം ജോണാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, പറഞ്ഞ വാക്കിന് പഴയ ചാക്കിന്റെ വില പോലും ഇല്ലാത്ത മനുഷ്യർ ഈ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യരുടെ പേര് UDF എന്നായിരിക്കും. ഇപ്പൊ പറയാണ് പിന്മാറാൻ വേണ്ടി പറ്റില്ല. പിന്മാറാൻ പറ്റാതിരിക്കാൻ നടപ്പിലാക്കിയോ? MOU ഒപ്പിട്ടത് കൊണ്ട് PM ശ്രീ നടപ്പിലായോ? ഈ നാട്ടിലെ മനുഷ്യരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഈ നാട്ടിലെ KMCAജിമാരോട് ചോദിക്കുകയാണ്, ലീഗുകാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഉളുപ്പുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. കാരണം ഉളുപ്പുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിനി ലീഗിലുണ്ടാവില്ല. നിങ്ങളിൽ ഒരുത്തരും നട്ടലുണ്ടോ? അതാ ചോദ്യം. നിങ്ങളിൽ ഒരുത്തരും നട്ടലുണ്ടോ? തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ വാക്ക് ഈ കാലഘട്ടത്തിൽ ഓർത്തെടുക്കുന്ന ലീഗുകാരൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നട്ടൽ ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ നേതൃത്വത്തോട് ചോദിക്കണം. എന്തിനാണ് തലകുമ്പിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ തലകുമ്പിട്ടുകൊണ്ട് ഓച്ചാനിച്ചു നിൽക്കുന്ന നിലപാട് വിദ്യാഭ്യാസ വകുപ്പും കേരളത്തിന്റെ സർക്കാരും സ്വീകരിക്കുന്നത്? ഏതെങ്കിലും ഒരു ലീഗുകാരൻ നട്ടലുണ്ടെങ്കിൽ ചോദിക്കണം. ബ്ലോക്ക് പ്രസിഡന്റ് ജെനീഷ് TT അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ SFI വടകര ഏരിയ സെക്രട്ടറി MK അക്ഷയ്, ബ്ലോക്ക് ട്രഷറർ അർജുൻ PS എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി N ഷിജിൻ സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ, വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.